ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഗൂഗിളിൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ബിസിനസ് നല്ല രീതിയിൽ കൂടുതലായിട്ട് ആളുകളിലോട്ട് എത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയും അതേപോലെ ഗൂഗിളിൽ ഒരു ബിസിനസ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഷോപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസിനെ കുറിച്ച് സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഷോപ്പൊക്കെ ഗൂഗിളിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ആ രീതിയിൽ ഡീറ്റെയിൽസുകൾ കൊടുക്കുന്നതിനനുസരിച്ച് കോണ്ടാക്ട് ചെയ്ത് നിങ്ങളുടെ ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഗൂഗിളിൽ നിങ്ങളുടെ ബിസിനസ് ലിസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. മുഴുവനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ വീഡിയോയിലൂടെ പറഞ്ഞു പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏത് ജിമെയിൽ അക്കൗണ്ടിന് കീഴിലാണോ നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഗൂഗിൾ അക്കൗണ്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് അതിൽ ലോഗിൻ ചെയ്യുക. നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന ഗൂഗിൾ അക്കൗണ്ടിന് കീഴിൽ വരുന്ന ബിസിനസ് പ്രൊഫൈൽ പിന്നീട് നിങ്ങൾക്ക് എഡിറ്റ് അപ്ഡേഷനോ ഒക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ അതേ ജിമെയിൽ തന്നെ വേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ആ ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ജിമെയിലിൻ്റെ ഐഡിയും പാസ്വേഡും ഓർമ്മയുണ്ടാകുകയും ആ ജിമെയിൽ ഐ ഡി നിലനിർത്തുകയും വേണം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഗൂഗിളിൽ വന്നതിന് ശേഷം ലിസ്റ്റ് ബിസിനസ് ഓൺ ഗൂഗിൾ എന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ തന്നെ ഗെറ്റ് ലിസ്റ്റഡ് ഓൺ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാൻ സാധിക്കും. ആ ലിങ്കിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ഇതിൽ മാനേജ് നൗ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ഭാഗം കാണാൻ സാധിക്കുന്നതാണ്. സ്റ്റാർട്ട് ബിൽഡിംഗ് യുവർ ബിസിനസ് പ്രൊഫൈൽ എന്ന് എഴുതിയതിന് ശേഷം ബിസിനസ്സിൻ്റെ നെയിം എന്താണ് എന്നുള്ളതാണ് അവിടെ ആദ്യം ചോദിക്കുന്നത്. ശേഷം ബിസിനസ് കാറ്റഗറി ചോദിക്കുന്നുണ്ട്. ബിസിനസ് അല്ലെങ്കിൽ സർവീസ് അല്ലെങ്കിൽ ഷോപ്പാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ നെയിം എന്താണോ നിങ്ങൾ നെയിം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതായിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. കാറ്റഗറിയും നിങ്ങൾ കൊടുക്കണം. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്ത് അടുത്ത ഡീറ്റെയിൽസുകൾ എൻ്റർ ചെയ്ത് പ്രൊഫൈൽ ക്രിയേഷൻ ആദ്യം തന്നെ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ബിസിനസ് കാറ്റഗറി ഈ ഗൂഗിളിൻ്റെ ലിസ്റ്റിൽ വരുന്ന ഒരു കാറ്റഗറി പെട്ടിരിക്കണം. അത് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്നത് ഡു യു വാണ്ട് ടു ആഡ് എ ലൊക്കേഷൻ കസ്റ്റമർ ക്യാൻ വിസിറ്റ് ലൈക്ക് എ സ്റ്റോർ ഓർ ഓഫീസ് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ കൊടുത്തിരിക്കുന്ന എന്ത് ബിസിനസ്സാണോ ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലൊക്കേഷൻ കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. അങ്ങനെ ലൊക്കേഷൻ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഗൂഗിൾ അത് വിസിബിൾ ആവുകയും പിന്നീട് നിങ്ങളുടെ പ്രൊഫൈലിൽ വന്ന് നോക്കുന്ന സമയത്ത് ഗൂഗിൾ മാപ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ സ്റ്റോർ അല്ലെങ്കിൽ ഓഫീസിലോട്ട് കസ്റ്റമർക്ക് എത്തിപ്പെടാനുള്ള ലൊക്കേഷൻ കൊടുക്കണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് മാത്രം സർവീസ് ചെയ്യുന്നവരൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നോ എന്നുള്ളത് ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ലൊക്കേഷൻ ആഡ് ആവുകയില്ല. എല്ലാം നിങ്ങൾ ഒരു സ്റ്റോർ അല്ലെങ്കിൽ ഓഫീസൊക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ ലൊക്കേഷൻ അതിൽ സെറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് അങ്ങോട്ട് ആളുകളെ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ യെസ് കൊടുക്കുന്നവർ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ടാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് ശേഷം നിങ്ങളുടെ ബിസിനസ് അഡ്രസ്സാണ് എൻ്റർ ചെയ്യാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ കൺട്രി ഓർ റീജിയൻ ആണ് ചോദിക്കുന്നത്. അത് ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയിട്ടുണ്ട്. ശേഷം സ്ട്രീറ്റ് അഡ്രസ്സ് കൊടുക്കണം, സിറ്റി കൊടുക്കണം, പിൻകോഡ് കൊടുക്കണം, സ്റ്റേറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സ്റ്റേറ്റ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്താൽ മതി. ഇത്ര കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും ഒരു അഡ്രസ് ലൈൻ കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് അഡ്രസ് ലൈൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും അഡ്രസ്സ് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്നത് നിങ്ങളുടെ ലൊക്കേഷൻ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ആദ്യം തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു ലൊക്കേഷൻ വരുന്നതാണ്. ഇത് കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോകാം. ഇല്ല എന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് എന്ന് പറയുന്ന മുകളിലത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഓഫീസ് എവിടെയാണോ വരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോർ എവിടെയാണോ വരുന്നത് അതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് ഇത് കൊണ്ടുവന്ന് വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മാപ്പ് ഇങ്ങനെ സൂം ചെയ്തുകൊണ്ട് മാപ്പിലെ ഡീറ്റെയിൽസുകൾ കൂടുതലായിട്ട് അറിയാൻ സാധിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങളുടെ ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോറിൽ നിന്നാണ് നിങ്ങൾ ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷൻ ലഭിക്കാനായിട്ട് ഇവിടെ കാണുന്ന
അവർ ലൊക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ കാണുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്തതിന് ശേഷം ഡൺ കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ലൊക്കേഷൻ ഏതാണ് എന്നുള്ളത് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അടുത്ത ഓപ്ഷനിൽ വരുന്നത് ഡു യു പ്രൊവൈഡ് ഡെലിവറീസ് ഓർ ഹോം ആൻഡ് ഓഫീസ് വിസിറ്റ്സ് എന്നുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ഡെലിവറി ചെയ്യുകയോ അല്ലെങ്കിൽ ഹോം ആൻഡ് ഓഫീസ് വിസിറ്റുകൾ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ അതുണ്ട് എന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം വരുന്നത് വാട്ട് കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഡു യു വാണ്ട് ടു ഷോ ടു കസ്റ്റമർ. അപ്പോൾ നിങ്ങളുടെ ബിസിനസ് പ്രൊഫൈൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസുകൾ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ മൊബൈൽ നമ്പറായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്തതിന് ശേഷം അവർക്ക് വരാനുള്ള ഒരു ഓപ്ഷനാണ് നിങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോൺ നമ്പർ എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യാം. പിന്നെ നിങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് പ്രൊഫൈലിൽ അതും അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അടുത്തതായിട്ട് വരുന്നതാണ് ഗെറ്റ് അപ്ഡേറ്റ്സ് എബൌട്ട് യുവർ ബിസിനസ്. വുഡ് യു ലൈക്ക് അലേർട്സ്, നോട്ടിഫിക്കേഷൻ ഓർ ടിപ്സ് എബൌട്ട് വേസ് ടു മാനേജ് യുവർ ബിസിനസ് ഓൺ ഗൂഗിൾ എന്നുള്ള ഒരു ഓപ്ഷനാണ്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ചോദിക്കുന്നതാണ് വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ഏത് രീതിയിലാണ് ബിസിനസ് വെരിഫിക്കേഷൻ നടത്തേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫോൺ കോഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബിസിനസ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ബിസിനസ് വീഡിയോ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് വീഡിയോ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ബിസിനസ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വെരിഫിക്കേഷൻ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ വെരിഫൈ ലേറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. മോർ ഓപ്ഷനിലായിട്ട് അത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് ഫോൺ കോഡാണ്. ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് നമ്മളുടെ മൊബൈൽ നമ്പർ കാണാൻ സാധിക്കുന്നതായിരിക്കും. ശേഷം ലാംഗ്വേജ് ഏതാണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ചോദിക്കുന്നതാണ് ഗെറ്റ് കോഡ് വിയ ടെക്സ്റ്റ് മെസ്സേജ് ഓർ കോൾ എന്നുള്ള 2 ഓപ്ഷനാണുള്ളത്. അപ്പോൾ 2 ഓപ്ഷനിൽ നിങ്ങളുടെ കോഡ് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് OTP രൂപത്തിലാണോ വരേണ്ടത് അല്ലെങ്കിൽ കോൾ ചെയ്ത് കോഡ് പറഞ്ഞു തരുന്ന രീതിയിലാണോ വേണ്ടത് എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഞാനിവിടെ ടെക്സ്റ്റ് മെസ്സേജ് സെലക്ട് ചെയ്തു. ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളുടെ ടെക്സ്റ്റ് മെസ്സേജ് നമ്മുടെ മൊബൈൽ നമ്പറിലോട്ട് സെൻഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൊബൈലിലോട്ട് ആ മെസ്സേജ് വരുന്നതായിരിക്കും. വന്നിരിക്കുന്ന കോഡ് എൻ്റർ ചെയ്ത ശേഷം വെരിഫൈ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. യു ആർ നൗ വെരിഫൈഡ് എന്ന് എഴുതി കാണിക്കുന്ന ഒരു വിൻഡോ വരുന്നതാണ്. ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആഡ് ബിസിനസ് അവേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഓരോ ദിവസത്തിലും നിങ്ങൾ തുറക്കുന്നുണ്ടോ, ഓപ്പൺ ആണോ, ക്ലോസ്ഡ് ആണോ എന്നുള്ളതൊക്കെ ഇവിടെ നിന്നാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ സാധിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ സൺഡേ ക്ലോസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലോസ്ഡ് എന്നുള്ള രീതിയിൽ ആക്കി വെക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇതെല്ലാം ക്ലോസ്ഡ് ആണ്. ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് ഇങ്ങനെ ഓരോന്നിലും ക്ലിക്ക് ചെയ്താൽ മതി. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എത്ര ടൈമാണ് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നത്, ഏത് സമയം മുതൽ ഏത് സമയം വരെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ദിവസത്തിന് താഴെയായിട്ട് ഓപ്പൺ അറ്റ് എന്നുള്ളതിന് താഴെയായിട്ട് എത്ര മണി മുതലാണ് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നത്, ശേഷം ക്ലോസ്ഡ് അറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് എത്ര മണി വരെയാണ് നിങ്ങൾ ക്ലോസ് ചെയ്യുന്നത്, ശേഷം നിങ്ങൾക്ക് ക്ലോസ്ഡ് അറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് എത്ര മണിക്കാണ് ക്ലോസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി 24 hours ആണ് സർവീസ് എന്നുണ്ടെങ്കിൽ 24 hours എന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ 24 hours എന്നുള്ളതാണ് മൊത്തം ദിവസം എന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രൊഫൈലിൻ്റെ
ഡിസ്ക്രിപ്ഷൻ സെറ്റ് ചെയ്യുന്ന ഭാഗത്തോട്ട് വരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. 750 ക്യാരക്ടർ വരെയാണ് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കിതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. എന്താണ് നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഷോപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള വിഷൻ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ നെയിം സെർച്ച് ചെയ്തു വന്നുകൊണ്ട് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഗൂഗിളിൽ ലഭിക്കുന്നത്. യുവർ ബിസിനസ് ഓൺ ഗൂഗിൾ എന്ന് പറയുന്ന പ്രൊഫൈൽ കാണാനായിട്ട് എഡിറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബിസിനസ് ഇൻഫർമേഷൻ മൊത്തം കാണാൻ സാധിക്കുന്നതാണ്. എബൌട്ട് എന്നുള്ള ഭാഗത്തായിട്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ്, ശേഷം അടിഭാഗത്തോട്ട് ചെല്ലുമ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും, ശേഷം ലൊക്കേഷൻ ഡീറ്റെയിൽസ്, പിന്നെ വരുന്നത് ഓപ്പണിംഗ് ഹവേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ്, പിന്നെ വരുന്നതാണ് മോർ ഓപ്ഷൻ എന്ന് പറയുന്ന ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഓപ്ഷനും തന്നെ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനുള്ള ഓപ്ഷൻ ഈ ബിസിനസ് ഇൻഫോർമേഷൻ എന്ന് പറയുന്ന ഭാഗത്തോട്ട് വരുമ്പോൾ എഡിറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഭാഗത്ത് വരുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. പിന്നെ വരുന്നത് ഈ ബിസിനസ്സിൻ്റെ പ്രൊഫൈലിൽ കൊടുക്കേണ്ട ഫോട്ടോസുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസുകളെല്ലാം കൊടുക്കേണ്ടത് ഇവിടെ കാണുന്ന ഫോട്ടോസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ലോഗോ ആഡ് ചെയ്യാനും കവർ ഫോട്ടോ ആഡ് ചെയ്യാനും അല്ലാതെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ജസ്റ്റ് ലോഗോ ആഡ് ചെയ്യാണ്. ആഡ് ലോഗോ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് സെലക്ട് ഫോട്ടോ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫോട്ടോ ലൈബ്രറിയിൽ നിന്നോ ടേക്ക് ഫോട്ടോ യൂസ് ചെയ്തുകൊണ്ടോ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഫയലിലത്തെ ഫോട്ടോ വെച്ചുകൊണ്ടോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ നിന്ന് എൻ്റെ ലോഗോ സെലക്ട് ചെയ്തു. അതിനുശേഷം ലോഗോ കറക്റ്റ് ആക്കിയതിന് ശേഷം ഡൺ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ലോഗോ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശേഷം സേവ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതോടുകൂടിയിട്ട് ലോഗോ സെറ്റ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പ്രൊഫൈൽ ലോഗോ സെറ്റാകും. അത് നിങ്ങൾക്ക് അവിടെ കാണാനും സാധിക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിലത്തെ ഡിലീറ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ലോഗോ യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ഫോട്ടോസ് ആഡ് ചെയ്യാനായിട്ട് ആഡ് ഫോട്ടോസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ഫോട്ടോസ് ഓർ വീഡിയോസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഓഫീസിൻ്റെ ഫോട്ടോസോ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന സർവീസസിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പബ്ലിക്കിലോട്ട് ഇതെത്തുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ നിന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് വേറൊരു ഫോട്ടോയും സെലക്ട് ചെയ്യുന്നുണ്ട്. 2 ഫോട്ടോസാണ് സെലക്ട് ചെയ്യുന്നത്. ആ 2 ഫോട്ടോസും സെലക്ട് ചെയ്തതിന് ശേഷം ആഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എൻ്റെ ബിസിനസ് പ്രൊഫൈലിൽ ഇത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് കാണിക്കുന്നത് പെൻഡിങ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് അപ്രൂവ് ആകുന്ന സമയത്ത് നമുക്ക് അപ്രൂവ് എന്ന് ഇത് കാണിക്കുന്നതായിരിക്കും, പെൻഡിങ് മാറുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിവ്യൂസുകൾ റീഡ് ചെയ്യാനുള്ള റിവ്യൂ എന്ന് പറയുന്ന ഭാഗം കാണാൻ സാധിക്കുന്നതാണ്. മെസ്സേജസുകൾ അത് റീഡ് ചെയ്യാനുള്ള മെസ്സേജസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഓൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ടേൺ ഓൺ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൺ കൊടുക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഗൂഗിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെസ്സേജുകളെല്ലാം കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ബിസിനസ് മെസ്സേജുകൾ കാണാൻ സാധിക്കും. പെർഫോമൻസ് അറിയാനായിട്ടുള്ള രീതികൾ നോക്കുന്നതിനായിട്ട് പെർഫോമൻസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓവർവ്യൂ, കോൾസ്, മെസ്സേജസ്, ബുക്കിങ്സ്, ഡയറക്ഷൻസ്, വെബ്സൈറ്റ്, ക്ലിക്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ടൈം പീരീഡും നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബിസിനസ് പ്രൊഫൈലിൻ്റെ പെർഫോമൻസ് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അഡ്വർടൈസ് ചെയ്യാനായിട്ട് ആഡ്സെൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള അഡ്വർടൈസ്മെൻറ്റിനായിട്ട് അഡ്വർടൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫേസ്ബുക്ക്, യൂട്യൂബ്, ഗൂഗിൾ തുടങ്ങിയിട്ടുള്ള ആപ്ലിക്കേഷൻ വെച്ചുകൊണ്ടൊക്കെ നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റുകൾ ചെയ്യാൻ സാധിക്കും. അതിന് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അതിനുശേഷം അടിയിലെ ഭാഗത്തുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ഓപ്ഷനുകൾ കാണാൻ സാധിക്കുന്നതാണ്. എഡിറ്റ് പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസുകൾ എഡിറ്റ് ചെയ്യാനും അതിൻ്റെ ചേഞ്ചസ് വരുത്താനൊക്കെയുള്ള ഓപ്ഷനാണ് അത് വരുന്നത്.
അപ്പോൾ അത് ഞാനിപ്പോൾ ചെയ്യുന്നില്ല. എൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള പ്രൊഡക്ട്സുകൾ അപ്ലോഡ് ചെയ്യുന്നില്ല. അപ്പോൾ അത് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എഡിറ്റ് പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എഡിറ്റ് സർവീസസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെല്ലാം സർവീസസ് ആണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ പ്രൈമറി കാറ്റഗറിയും ആഡ് കസ്റ്റം സർവീസും ആഡ് ചെയ്യാൻ സാധിക്കും. ശേഷം അത് സേവ് ചെയ്യാനായിട്ടും സാധിക്കുന്നതായിരിക്കും. പിന്നെ ബുക്കിങ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്കിങ്ങുകൾ ഓൺലൈനായിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ മാനേജ് ചെയ്യാനുള്ള ബുക്കിംഗ് ടൂളുകളൊക്കെയാണ് ഈ ബുക്കിംഗ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്യുന്ന ഫോട്ടോസിനും വീഡിയോസിനും വരുന്ന ഗൈഡ് ലൈൻസ് കാര്യങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഫോട്ടോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിക്വയർമെൻറ്റ്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസുകൾ അറിയാനായിട്ട് അടിഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നതിന് താഴെയായിട്ട് ഫോട്ടോ എങ്ങനെയൊക്കെയാണ് വരുന്നത്, എന്തെല്ലാം കണ്ടീഷൻസാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശേഷം വീഡിയോ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്ന ഭാഗത്തോട്ട് വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇതല്ലാത്ത പക്ഷം ഉള്ള എല്ലാ ഫോട്ടോസും വീഡിയോസും ഒക്കെ റിജക്റ്റായി പോകുന്നതായിരിക്കും. ആഡ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഗൂഗിൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ഓഫേഴ്സുകളും അപ്ഡേറ്റുകളും ഇവൻറ്റ്സും ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ വരുന്നതാണ് ആസ്ക് ഫോർ റിവ്യൂസ് എന്ന് പറയുന്ന ഒരു ഭാഗം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിവ്യൂസുകൾ കൊടുക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയിട്ടുള്ള ആപ്ലിക്കേഷനിലോട്ടൊക്കെ ഷെയർ ചെയ്യാനുള്ള ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ അടിഭാഗത്തോട്ട് നോക്കുന്ന സമയത്ത് അടിഭാഗത്ത് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് മറ്റൊരാൾ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പ്രൊഫൈൽ കയറി കഴിഞ്ഞാൽ അവർക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏകദേശം ഒരു രൂപമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓവർ വ്യൂവിലോട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ നെയിം കാണാൻ സാധിക്കും, കാറ്റഗറി കാണാൻ സാധിക്കുന്നതാണ്, ലൊക്കേഷൻ എവിടെയാണ് എന്നുള്ളത് കാണാൻ സാധിക്കുന്നതാണ്, ഡയറക്ഷൻ ഡീറ്റെയിൽസുകൾ കാണാൻ സാധിക്കുന്നതായിരിക്കും, ഓപ്പണിംഗ് ഹവേഴ്സ് ഡീറ്റെയിൽസുകൾ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ സൈഡിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം യുവർ ബിസിനസ് പ്രൊഫൈൽസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ജിമെയിലിന് കീഴിൽ വരുന്ന പ്രൊഫൈലുകൾ ഒന്നിൽ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണാനും അത് ഓരോന്നും പർട്ടിക്കുലർലി സെലക്ട് ചെയ്തുകൊണ്ട് അതിൽ എഡിറ്റ് കാര്യങ്ങളൊക്കെ വരുത്താനൊക്കെ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ്. ഇനി നിങ്ങളുടെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ കാണാനായിട്ട് നിങ്ങൾ ഏത് ജിമെയിൽ ഐ ഡിക്ക് കീഴിലാണോ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഗൂഗിൾ അക്കൗണ്ടിൽ ഗൂഗിളിൽ ലോഗിൻ ചെയ്യുക. ശേഷം സെർച്ച് ബാറിൽ വന്നുകൊണ്ട് ലിസ്റ്റ് ബിസിനസ് ഓൺ ഗൂഗിൾ എന്ന് സെർച്ച് ചെയ്യുക. ഗൂഗിളിൻ്റെ ബിസിനസ് എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മാനേജ് നൗ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് പ്രൊഫൈലിലോട്ട് ഡയറക്റ്റായിട്ട് പോകുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഒരു ബിസിനസ് ഐ ഡി കൂടി ഇതിൻ്റെ ഒപ്പം തന്നെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതേ ഗൂഗിൾ അക്കൗണ്ടിന് കീഴിൽ തന്നെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ 3 ഡോട്ടിൽ ചെയ്തതിന് ശേഷം ആഡ് എ ന്യൂ ബിസിനസ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നേരത്തെ നിങ്ങൾ ഫസ്റ്റ് ടൈം ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തപ്പോഴുള്ള ഓപ്ഷനുകളിലോട്ട് ചെല്ലുന്നതായിരിക്കും. ഡീറ്റെയിൽസുകൾ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രീതിയിലാണ് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ഗൂഗിൾ ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ് ഗൂഗിൾ പ്രൊഫൈൽ ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലോട്ട് ഉയർത്താനും നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാക്കാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂടെ കൂടുക. Keep update and share this video. Thank you for watching.